ഇത് കോട്ടയപ്പറമ്പൻ. കോട്ടയപ്പറമ്പനല്ലേ, നല്ലൊരു വെറൈറ്റി ആണല്ലേ നമ്മുടെ കാലാവസ്ഥയ്ക്കൊക്കെ. ബെഡ് മാവാണ് കോട്ടയപ്പറമ്പൻ്റെ. ഇപ്പം ഈ ഒരു കൊലയിൽ എന്തായാലും ഇതിങ്ങനെ വെയിറ്റ് ഒന്ന് പൊക്കി നോക്കും. ഒരു കിലോക്ക് മുകളിൽ 4 മാങ്ങ. 1 കിലോ അല്ല അല്ലല്ലോ, അതിൽ കൂടുതലുണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. ഇത് അപ്പൊ ഈ കൊല വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരേ മാവിലാണ് ആ മൂത്ത മാങ്ങി ഇതുള്ളത്. ഇത് രണ്ടാമത്തെ ടൈം. പിന്നെ മൂന്നാമത്തെ ടൈമിൽ ഇതാ പൂക്കുന്നു. ഒന്ന് കഴിഞ്ഞ് വരുമ്പോഴേക്ക് അടുത്തയിലേക്ക് വരുന്നുണ്ട്. അതേപോലെ ഇത് കാർഷിക അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റിയ വെറൈറ്റിയാണ്. ഇതൊക്കെ നമ്മളെ കേരളത്തിലൊക്കെ നമ്മൾ ഇതൊരു വ്യവസായമായിട്ട് തന്നെ കൃഷി ശരിക്കും ലാഭകരമാക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ കണ്ണിമാങ്ങ വന്ന്, ഇതാ ചെറിയ കണ്ണിമാങ്ങ വന്ന്, ഫ്ലവർ വന്ന്. ഇപ്പം ഈ ഒരു മരത്തിൽ ഞാൻ നിങ്ങൾക്ക് 4 ഐറ്റംസ് കാണിച്ചു തന്നു. ഒന്ന് മുഴുത്തത്, പിന്നെ അതിൻ്റെ വലുത്, പിന്നെ നമ്മൾ ചെറിയ കണ്ണിമാങ്ങ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലവർ. ന്യൂ ബ്ലാക്ക് കസ്തൂരി എന്ന് പറഞ്ഞ പുതിയ വെറൈറ്റിയാണ്. പഴയ ന്യൂ ബ്ലാക്ക് മാവല്ല കേട്ടോ. നമ്മുടെ തങ്കയത്ത് അഗ്രോ ഫാമിലുള്ള അമ്പാഴാണ് കേട്ടോ. സ്വീറ്റ് അമ്പാഴത്തിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ബുഷായിട്ടുള്ള തൈകളുണ്ട് കേട്ടോ ഇവിടെ. അതായത് ഇവിടെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഫ്ലവറും അതേപോലെ അമ്പാഴത്തോടും കൂടെ നിൽക്കുന്ന തൈകൾ. 500 രൂപ മുതലാണ് ഇവർ ഇവിടുന്ന് സെയിൽ ചെയ്യുന്നത്. 500 മാത്രമല്ല കേട്ടോ, ഇവിടെ 350 രൂപ മുതലുള്ള ചെറുതൈകളും ഇവിടെ ഉണ്ട്. അതിലും ഫ്ലവറും പോലെ കായും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അടിപൊളിയായിട്ട് നിൽക്കണം കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇഷ്ടംപോലെ സ്റ്റോക്കും ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഏത് കാലാവസ്ഥയ്ക്കും അനുയോജ്യമായതാണ്. ഓൾ സീസൺ ആയിട്ടും നമുക്ക് ലഭിക്കുന്നതാണ്. വെച്ചാൽ നഷ്ടം വരൂല. അങ്ങനത്തെ പ്ലാന്റുകളിൽ പെടുന്നതാണ് കേട്ടോ ഇതൊക്കെ. ഇത് ശതമംഗള, കുഴിമംഗള അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇതിന്. കവുങ്ങൻ തൈകളാണല്ലോ. ഇന്റർസെമംഗളന്റെ അതിലും കുറച്ചും കൂടെ നല്ല വെറൈറ്റി ആണെന്നാ പറയുന്നത്. ഓക്കെ, ഇതിന്റെയൊക്കെ കാലപ്പഴക്കവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മുടെ കയ്യിൽ എത്തിയിട്ട് എത്ര ആയിട്ടുണ്ട്? ഇതിപ്പോ ഏതാണ്ട് ഒരു 3 വർഷമായിട്ടുണ്ടാവും. 3 വർഷം പഴക്കമുള്ള തൈകളാണല്ലേ. ഇനിയിപ്പോ ശരിക്കും മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 1 കൊല്ലം 1.5 കൊല്ലം കൊണ്ടൊക്കെ ചൊട്ട ഇടും. ഇതൊക്കെ എങ്ങനെയാകുമ്പോ ഒത്തിരി വളമയൊന്നും കിട്ടുന്നില്ലല്ലോ. ചെറിയ കവറിലാണ് ഇരിക്കുന്നത്. എങ്ങനെ റേറ്റ് ഒക്കെ? നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു 500 രൂപയ്ക്ക് വെച്ച് കൊടുക്കാം. ഇത്രയും വലുത് 500 രൂപ കൊടുക്കല്ലേ? ഓക്കെ, ഇനി ചെറുതൈകൾ വേണമെങ്കിൽ ഈ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ഐറ്റംസ് പിന്നെ നമുക്കൊരു 30 രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ്. അതൊക്കെ ഹോൾസെയിലും എല്ലാ ഹോൾസെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂപ്പർ എയർലിന്റെ അടിപൊളി തൈകൾ ഉണ്ട് കേട്ടോ. ബുഷി ആയിട്ടുള്ള 150 രൂപ മുതലുള്ള തൈകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മളുള്ളത് ഇന്ന് തങ്കയത്ത് നഴ്സറിയിലാണ് കേട്ടോ. പെരിന്തൽമണ്ണ മഞ്ചേരി റൂട്ടിലുള്ള അരിപ്ര പാവുപ്പടിയുള്ള തങ്കയത്ത് നഴ്സറിയിലാണ്. മാക്സിമം ഇവിടേക്ക് കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾ ഇവിടുത്തെ വാട്സപ്പ് നമ്പർ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് മെസ്സേജ് അയക്കുക. ഇത് ഇരഹള്ളി ഡോർഫ്. അതിന്റെ ഇത് കണ്ടാൽ അറിയാലോ, ഒരു പട്ട കഴിഞ്ഞതാണിത്. ഇത്രയും ചെറുതായിട്ടാണ് ഒരു പട്ടൻ്റെ ഗ്യാപ്പ് വരിക. വളർച്ച വളരെ സ്ലോ ഗ്രോത്ത്, നല്ല ഷോ കഴുങ്ങാണത്. കായ്ക്കുന്നുണ്ട് നമുക്കിവിടെ. പിന്നെ അടക്കയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം നല്ല വിലയാണ്, മാർക്കറ്റാണ്. അടക്ക കിട്ടുന്നുണ്ട്. ഇനിയൊക്കെ ഇതിപ്പോൾ ഒരു വർഷം കൊണ്ടൊക്കെ അതിന് ചൊട്ട വരും. ഓക്കെ, ഈ തൈകൊക്കെ എങ്ങനെ റേറ്റ് തന്നെ? ഇതൊക്കെ നമുക്ക് കൊടുക്കാം, ഒരു മോഹവില തന്നെയാണ് കേട്ടോ. കൊടുക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് അധികം പീസൊന്നും ഇല്ലാതെ കേട്ടോ. ഈ വലിപ്പത്തിലുള്ളത് നമ്മുടെ അടുത്ത് ഒരു 8-10 പീസൊക്കെ ഉണ്ടാവും. അത് റീറ്റെയിലിൽ നമ്മളിവിടെ റീറ്റെയിൽ ഷോപ്പിലുള്ളത്. നമുക്ക് ഹൈവേ ഡെലിവറി അവൈലബിൾ ആണല്ലേ? അതെ. ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ ഒരു കേരള നമ്മൾ ചെയ്യുന്നുണ്ട്. ഓൾ കേരള ചെയ്യുന്നുണ്ടല്ലേ? ഇതൊക്കെ നമുക്കൊരു മോഹവില തന്നെയാണോ? ഇതൊക്കെ നമുക്ക് മോഹവില എന്നല്ല. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ നമ്മൾ 1500 കൊടുത്തുകൊണ്ടിരുന്നതാണ്. 1000 റുപ്യന്റെ ഓഫറിൽ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. നീളം കണ്ടത് ചെറുതിലേ വരുമ്പോ തന്നെ കറക്റ്റ് ബനാനയുടെ ഷേപ്പ് അല്ലേ? പിന്നെ ഒന്നുമില്ലല്ലോ, നമുക്ക് നോക്കിയതാ ഒന്നിലല്ലതാ. ഇനി ഇതടക്കുന്നത് പിന്നെ കുറച്ചും കൂടെ വലിയ കായ ആണെങ്കിൽ ഇവിടെ നോക്കുക. വലിയ കായ ഇവിടെ 1-2 എടുത്ത് കണ്ടു. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കൂ, വലിയ പഴം നോക്കണം. അതാ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ശരിക്കും അത്യാവശ്യം നല്ല നീളമുണ്ട്, കറക്റ്റ് ഷേപ്പിലും വന്നിട്ടുണ്ട്. അതെ, ഇത് ഇമാം ബസന്താണ് ഇപ്പം പയ്യൻ നിൽക്കുന്നതിൻ്റെ അടുത്തുള്ളതൊക്കെ. അത് വേറെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് അവിടെ ഉള്ളിൽ. ഇതൊക്കെ എത്ര രൂപ റേറ്റ് മുതലുള്ള? ഇതൊക്കെ നമുക്കൊരു 700 ആണ്. ഇപ്പോൾ ഒരു 600-ന് കൊടുക്കാം. കാലാപ്പാടിന്റെ നല്ല ഒരുപാട് തൈകൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് എങ്ങനെ റേറ്റ് വരുന്നത്? ഇതൊക്കെ നമുക്കൊരു 500 മുതൽ കൊടുക്കാം. നമുക്കൊരു വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി വെറൈറ്റി ആണല്ലോ. നല്ല വെറൈറ്റിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രമ്മിലാണെങ്കിലും ഒക്കെ കായ്ക്കും. നമ്മുടെ അടുത്ത് കായും ഫ്ലവറൊക്കെ ഉള്ളത് ഇഷ്ടം പോലെ ഉണ്ട്. ഇനി അപ്പുറത്ത് നമുക്ക് കാണിക്കാം. ജോയിന്റ് നീ കാണിച്ചു. ഹൈറ്റ് വേണമെങ്കിൽ ഒരാളുടെ ഹൈറ്റ് ഉണ്ടാവും. ഇപ്പൊ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ കണ്ടോ, ഒരാളെ ഹൈറ്റ് വരുന്നുണ്ട് ഇതിന്റെ തൈകളൊക്കെ കേട്ടോ. സിന്ദൂരം മാവിന്റെ തൈകളാണല്ലോ ഇതൊക്കെ. ഓക്കെ, അത്യാവശ്യം നല്ല ഹൈറ്റും കാര്യങ്ങളുള്ള ഹെൽത്തി ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റ് അല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നമുക്ക് ഏതാണ്ട് ഈ റേറ്റ് തന്നെ വരിക? ഇത് നമുക്ക് ഒരു അതേ റേറ്റിൽ തന്നെ കൊടുക്കാം.
ഒരു 500-ന് 500 കൊടുക്കാം. കൊടുക്കല്ലേ? അതിപ്പോ നീ ഇനിയിപ്പോൾ മാറ്റണ്ട. അപ്പോൾ ഒരു 500 കേട്ടോ, അടിപൊളി വെറൈറ്റി ആണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് മെസ്സേജ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. നാടൻ വെറൈറ്റിപ്പെട്ട തെങ്ങുകളാണ്. നമ്മുടെ എക്സ്പോർട്ട് ക്വാളിറ്റി തേങ്ങിൻ്റെ ഒക്കെ വിത്ത് നമ്മളിവിടെ തമിഴ്നാട്ടിൽ നിന്ന് എടുത്തിട്ട് നമ്മളിവിടെ പാകിയതും, അതിനകത്ത് പിന്നെ യെല്ലോ വെറൈറ്റി വരുന്നുണ്ട്, ഓറഞ്ച് വെറൈറ്റി ഉണ്ട്, ഗ്രീൻ ഉണ്ട്, സാധാ നമ്മുടെ തെങ്ങിൻ്റെ കളറിൽ വരുന്നുണ്ട്. ഇതൊക്കെ വലിയ വലിയ തെങ്ങുകളായ സാധനങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു ഓഫറായിട്ട് നമ്മൾ അടിച്ചു വിടാം. നമുക്കൊരു 500 റുപ്യേൻ്റെ റേഞ്ചിൽ ഇതൊക്കെ വിടാം. 1500 റുപ്യ തെങ്ങ് നോക്കാതെ 1500 2000 റുപ്യ കൊടുക്കാതെ ഒരു നഴ്സറിന് കിട്ടൂല. അത്രയും സൈസ് സാധനങ്ങളാണ്. ഇതൊക്കെ 500 രൂപ കൊടുക്കല്ലേ? ഒന്ന് 100 കണക്കിന് ഉണ്ട് കേട്ടോ, 1 2 അല്ല. ഇവിടെ ഇരിക്കുന്നതൊന്നല്ലേ? ഒരു ലോറിയായിട്ട് വന്നാലും കൊടുക്കാനുള്ള സാധനം നമ്മൾ എടുത്തിട്ടുണ്ട്, 100 കണക്കിന് സാധനം. ഇത് നമ്മളെ ഹിരഹള്ളി ഡോർഫ്. ഓ, അതിന്റെ നമ്മളിവിടെ മണ്ണിൽ സെറ്റ് ചെയ്താണല്ലോ ഇത്? അതെ. ഇതിപ്പോ നമുക്ക് എത്ര വർഷം കൊണ്ടുള്ള റിസൾട്ട് ആണ് ഇത്? ഇതൊക്കെ ഒരു 3 വർഷം കൊണ്ട് നമുക്ക് ഇപ്പൊ ഇനി നമ്മളെ കാണിച്ച പ്ലാന്റ് ഒക്കെ നമുക്ക് 1 വർഷത്തിന്റെ ഉള്ളിൽ തന്നെ ശരിയാവും. നമുക്ക് പൂക്കൊല വരും. 3 വർഷത്തിന്റെ ഉള്ളിൽ എന്തായാലും കുറച്ച് നമുക്ക് ഈ ഒരു റിസൾട്ടിലേക്ക് എത്തില്ല. ഇതൊക്കെ നമ്മൾ ഒത്തിരി സമയം നമ്മൾ വിത്തെടുക്കുന്നത്. ഇത് കോട്ടയപ്പറമ്പൻ. കോട്ടയപ്പറമ്പനല്ലേ? നല്ലൊരു വെറൈറ്റി ആണല്ലേ നമ്മുടെ കാലാവസ്ഥയ്ക്കൊക്കെ. ബെഡ് മാവാണ് കോട്ടയപ്പറമ്പൻ്റെ. ഇത് പല ടൈമിലും, അതായത് ഒരു ഇയറിൽ 3-4 പ്രാവശ്യം പൂക്കുന്നുണ്ട് കേട്ടോ. പൂക്ക് മാത്രമല്ല മാങ്ങയും പിടിക്കും. ഇതുണ്ട് പഴുക്കാറായത് നോക്ക്. എന്താ മുഴുത്ത് വരുമ്പോൾ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് മാങ്ങ കേട്ടോ. മറ്റേ മോശം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നമ്മളൊരു നീലൻ്റെ ഒക്കെ പിന്നെ കാലാപ്പാടിൻ്റെ മുകളിലുണ്ട്. കാലാപ്പാടിൻ്റെ ഷേപ്പ് ആണ് അല്ലേ, പക്ഷെ കുറച്ച് കളറ് നല്ല നല്ല കളർ വരുന്നുണ്ട്. അത് ഇടയ്ക്കൊന്ന് മഴ പെയ്തോണ്ടാണ്. അല്ല ഇത് സാധാരണ നീലമാവിലും ഇതിലൊക്കെ വരുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ കുത്തും കേടൊന്നും അല്ലത്. ഒരു കുഴപ്പമില്ലാത്ത മാങ്ങ. പക്ഷെ ഇതിൻ്റെ ഈ കാലാപ്പാടിൻ്റെ ഷേപ്പാണിത്. അടിപൊളിയാണ്. ഇതിലിപ്പോൾ ഇതിൽ തന്നെ ഉണ്ടാവും. നീ അത്ര മൂപ്പാകാത്ത മാങ്ങ ഇതുണ്ട്. ഇപ്പോൾ 2-3 ടൈമിൽ ഉണ്ടാവും എന്ന് പറഞ്ഞതിന് ഇതുണ്ടോ. ഇതിപ്പോൾ കണ്ണി മാങ്ങയാണ്, ഒരേ മാവാണ് കേട്ടോ. നമുക്ക് ഇഷ്ടത്തിന് നമ്മുടെ അടുത്ത് കൊടുക്കാനുണ്ട്. ഒക്കെ കാഴ്ച നിൽക്കുന്നത് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. അത് അവിടെ ആ ബൈക്കിൻ്റെ അടുത്ത് അവിടെ കണ്ടോ സും ചെയ്തൊക്കെ മാങ്ങ, അതേ വലിപ്പമുള്ളൊരു മാങ്ങ കേട്ടോ. അതിനിപ്പോൾ അവിടെ നീ നേരത്തെ കാണിച്ചത്. പിന്നെ ഇപ്പുറത്തത് ഒരു മാങ്ങാണ്. ഇതിനകത്ത് ചെറിയ കണ്ണിമാ. അതായത് പല ടൈമിലും ഇത് ഉണ്ടാവുന്നുണ്ടെന്ന് പറയാൻ കാരണം സെയിം വെറൈറ്റി തന്നെയാണോ? സെയിം വെറൈറ്റി ഇതാ. ഇതിൽ നോക്കി എത്രയും മാങ്ങ മുകളിലും ചെറിയ കണ്ണി മാങ്ങ പല ടൈമിലും പൂക്കും. ഇതൊക്കെ നമുക്ക് എങ്ങനെ റേറ്റ് വരുന്നത്? ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ അനുസരിച്ച് കൊടുക്കാൻ 1500 രൂപ റേഞ്ചിൽ കൊടുക്കല്ലേ? ഈ നിലത്ത് വെച്ച പ്ലാന്റ് ഏതാ? ഇത് കാറ്റിമൂണാണ്. 2 വർഷമായിട്ടുള്ളൂ. എത്രയും മാങ്ങ നോക്കൂ. 2 വർഷം കൊണ്ട് കാർഷികാടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഇനാണ് ശരിക്കും കാറ്റിമൂൺ. അതുണ്ടോ നല്ല വലിപ്പം നീളം. ഇതൊന്നല്ല, ഇതിൽ കുറേ ഇതുണ്ട്. ഈ വഴിയിലായതുകൊണ്ട് ഇതുണ്ട്. ഈ കമ്പൊക്കെ ഇപ്പോൾ കാലിയായി. കാരണം എന്താ വെച്ചാൽ വഴിയാണ്. വീട്ടിൽ നമുക്ക് ഒരു ജോലിക്കാർ പോകുന്ന വഴിയിലാണ് ഇതുള്ളത്. വഴിയിലാവുകൊണ്ട് തന്നെ പൂവ് അവിടെയൊക്കെ ഉള്ളത് തട്ടിപ്പോയിട്ട് മാങ്ങ നിലത്ത് വെച്ചാൽ തന്നെ 2 വർഷം കൊണ്ട്. ഇനി തൊട്ടിപ്പുറത്തെ മാവ് വെക്കാം. പല ടൈമിലും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരേ ഇനം ഒരേ ടൈമിൽ വെച്ച 2 മാവാണ്. ഇതിൽ ഇതുണ്ടോ പഴുക്കാറായ മാങ്ങണ്ടത്. ഇത് ഏതാ വെറൈറ്റി? കാറ്റിമൂൺ. അതാണ് ഒരേ സാധനം. ഒരേ സാധനം. ഇതിൽ ഇവിടെ കൊലയായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ ഈ ഒരു കൊലയിൽ എന്തായാലും ഇതിങ്ങനെ വെയിറ്റ് ഒന്ന് പൊക്കി നോക്കും. 1 കിലോക്ക് മുകളിൽ 4 മാങ്ങ. 1 കിലോ അല്ല അല്ലല്ലോ, അതിൽ കൂടുതലുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. ഇത് അപ്പൊ ഈ കൊല വരുമ്പോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരേ മാവിലാണ് ആ മൂത്ത മാങ്ങി ഇതുള്ളത്. അത് അത്രയും നല്ലത്. കാർഷികാടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റിയ വെറൈറ്റി എന്ന് പറയുന്നത്. കാരണം ഇതിലിപ്പോൾ 2, 4, 6, 8 മാങ്ങുണ്ട്. അല്ല, ഈ തൈന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ അത്രയും ചെറുതാണ്. ഇത് 2 വർഷമായിട്ടുള്ളൂ വെച്ചിട്ട്. ഇനി ഇത് അതേ ഇതിൽ തന്നെ വേറെ കാണിച്ചു തരാം എനിക്ക്. ഇത് എത്ര ഉണ്ടാവും ഒരു കൊലയിൽ? ഞാൻ കമ്പി വെച്ച് കെട്ടി വെക്കാം. അതാണ് കമ്പി ഉണ്ടോ. ഈ കമ്പി സപ്പോർട്ടില്ലെങ്കിൽ ഇത് പൊട്ടിപ്പോയി. കമ്പ് കണ്ട സത്യം. കാരണം അത്രയും വെയിറ്റ് കണ്ടോ. 2 കിലോ ഒക്കെ അടുത്തുണ്ടാവും. 7 മാങ്ങ. ഇത് ഈ 7 മാങ്ങ ഇതുള്ളത് ഒരേ ഇതിലാണ്. അപ്പോൾ ഇത് ഒരു ടൈമിൽ പൂത്തതാണെന്ന് മനസ്സിലായല്ലോ. 2ാമത്തെ ടൈമിൽ ഉണ്ടായ മാങ്ങയാണ് ഇത്. കണ്ടോ, ഇത് 2ാമത്തെ ടൈം. പിന്നെ 3ാമത്തെ ടൈമിൽ ഇതാ പൂക്കുന്നു. ഒന്ന് കഴിഞ്ഞ് വരുമ്പോഴേക്ക് അടുത്തയിലേക്ക് അതേ ഇത് കാർഷികാടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റിയ വെറൈറ്റിയാണ്. ഇതൊക്കെ നമ്മളെ കേരളത്തിലൊക്കെ നമ്മൾ ഇതൊരു വ്യവസായമായിട്ട് തന്നെ കൃഷി ശരിക്കും ലാഭകരമാക്കാൻ പറ്റുന്നുണ്ടോ. ഇപ്പോൾ കണ്ണിമാങ്ങ വന്ന് ഇതാ, ചെറിയ കണ്ണിമാങ്ങ വന്ന്, ഫ്ലവർ വന്ന്. ഇപ്പോൾ ഈ ഒരു മരത്തിൽ ഞാൻ നിങ്ങൾക്ക് 4 ഐറ്റംസ് കാണിച്ചു തന്നു. ഒന്ന് മുഴുത്തത്, പിന്നെ അതിൻ്റെ വലുത്, പിന്നെ നമ്മൾ ചെറിയ കണ്ണിമാങ്ങ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലവർ. 4 ഐറ്റം ഈ ഒരു മാവിൽ. അതായത് നമ്മൾ നിലത്ത് വെച്ചിട്ട് ആകെ 2 വർഷമേ ആയിട്ടുള്ളൂ ഈ 2 മാവും. ഇതിൻ്റെ കെയറിങ് ഒക്കെ എങ്ങനെയാണ്? ഇതിന് ഏറ്റവും ഇപ്പോൾ നമ്മളിവിടെ കണ്ട ഒത്തിരി മാങ്ങകളും കാര്യങ്ങളും മാവ് നമ്മളെടുത്തുണ്ട്. പക്ഷേ അതിൽ കെയറിങ് ഏറ്റവും കുറഞ്ഞ ഇനാണ്.
സിമ്പിൾ ആണ്. കാരണം ഞാൻ അധികം കണ്ടിട്ട് വലിയ മാവുമ്പോ ഈ സാഫൊക്കെ നമ്മൾ അടിച്ച് മുക്കി നിർത്തുന്ന ഒരു അവസ്ഥ. നോക്ക് സാഫ് എവിടെയെങ്കിലും നോക്ക്. അത് കാരണം പുഴുക്കേടോ അങ്ങനെ നീ ഒന്നിൽ നിന്നുള്ളതല്ല, ഇതിനകത്ത് സാഫ് ഉണ്ടോ നോക്കൂ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എപ്പോഴും പുഴുക്കേട് ഇല്ല. അതുപോലെ തന്നെ മാങ്ങ നമുക്ക് പഴുത്തിട്ട് ഇറക്കാം, മരത്തിൽ നിന്ന് പഴുത്തിറക്കാം. നമ്മൾ മിയാസാക്കിയൊക്കെ ചെയ്തു അതേപോലെ തന്നെ ശരിക്കും പഴുത്തിട്ട് ഇറക്കാം. അപ്പോൾ ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈബ്രിഡ് തന്നെ. ഇത് വെച്ചൊരു തോട്ടം സെറ്റ് ചെയ്താൽ നമുക്ക് ഒരു നഷ്ടവും വരില്ല. ഒന്നും നഷ്ടം വരില്ല. അതൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, നമ്മൾ തന്നെ സെറ്റ് നമ്മൾ തന്നെ ചെയ്യുന്നുണ്ടല്ലേ. ഇതിപ്പോ നമ്മൾ ഈ ബനാന മാവാണ് ഇപ്പൊ ഈ വെച്ചിട്ടുള്ളത്. ഇതിന്റെ വണ്ണം കണ്ടോ, നിലത്ത് ഭൂമിയിൽ വെച്ചതാണ്. 2 വർഷമായിട്ടുള്ളൂ കേട്ടോ. ഇത് 2 വർഷമായ പ്ലാന്റാണ്. അപ്പോൾ ആ സമയത്ത് ഈ തൈകൾ ഇതാ നമ്മൾ ഇതൊക്കെ സെയിലിനുള്ളത് 21 കവറിനകത്ത് വെച്ചാണ്. ഇതൊക്കെ നല്ല ഇതൊക്കെ പിടിച്ചാൽ പിടിയടങ്ങാത്ത സാധനങ്ങളാണ് കേട്ടോ. ഇത് നമുക്ക് ഇതിൻ്റെ അതേ സമയത്ത് വെച്ചതാണ് ഇപ്പോൾ ആ മാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത വർഷം ഇതെല്ലാം കായ്ക്കും. ഇതിപ്പോൾ കണ്ടോ നമുക്കൊരു 1.5 അടി 2 അടിയിൽ നിന്ന് ബുഷായത് മുതൽ, ഇതൊക്കെ ഉണ്ട് 2 അടിയിൽ നിന്ന് ബുഷായത്, അത് മുതൽ അങ്ങനെ അങ്ങോട്ട് നമുക്ക് 3 അടിയോ 4 അടിയോ 5 അടിയോ എത്ര അടിയിൽ നിന്ന് ബുഷായത് മുതൽ അങ്ങനെ നമുക്കൊരു 10-15 അടി ഹൈറ്റ് വരെ ഉള്ളത്. ഇപ്പോൾ ഇതൊക്കെ നോക്കൂ, ഇതിൻ്റെ നേരെ മുകളിലുള്ള അങ്ങനെ മരം ആയതാണ് നമ്മുടെ അടുത്തുള്ളത്. ഇത് നമുക്ക് 2 വിലയിൽ ഇപ്പം നമുക്ക് കൊടുക്കാൻ പറ്റും. 3000 രൂപേൻ്റെ പ്ലാന്റാണ് ഇപ്പം ഞാൻ ഈ കാണിച്ചത്. ഇനി അതിൻ്റെ നേരെ താഴെ 2500 പ്ലാന്റ് ഉണ്ട്. 3 ഐറ്റം ഉണ്ടാവും. അതിൻ്റെ താഴെ 1500 പ്ലാന്റ് ഉണ്ട്. ഒക്കെ 21 കവറിലാണ് കേട്ടോ. അതായത് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് 21 പിന്നെ നമുക്ക് ഒരു 300 രൂപേൻ്റെ പ്ലാന്റും തരാം. ഓക്കെ, അതായത് 300 മുതൽ 3000 രൂപ വരെ ഉള്ള പ്ലാന്റുകൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ നാംഡോക്കുമൈൻ്റെ ഗോൾഡാണ്. ഇത് നമുക്ക് നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ്. ഇത് നോക്കൂ, നമ്മുടെ കൈവണ്ണത്തിന് കൈവണ്ണത്തിൽ ഇതുണ്ട്, നല്ല തടിയാണ്. ഇതിൽ നമുക്ക് ഇതുപോലെ തന്നെ ഇതുണ്ട്, തടിയുണ്ടല്ലേ. എല്ലാ പ്ലാന്റും ഒരേ സൈസ്. ഇതിൽ നമുക്കൊരു 3000, 2500, അതുപോലെ തന്നെ 1500, പിന്നെ ഒരു 600, 1000 അങ്ങനെ 3-4 ബാച്ച് ഇതിനകത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഏത് തരത്തിലുള്ള ആവശ്യക്കാർക്കും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഇതേ സാധനം നമ്മൾ വെക്കുമ്പോൾ ഇത് ഭൂമിയിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് വേണമെങ്കിൽ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് നമ്മൾ അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ അന്ന് അത് വെക്കുന്ന സമയത്ത് തന്നെ ഭൂമിയിൽ വെച്ചതാണ് കേട്ടോ. സൈസ് കണ്ടോ, ബുഷായി നല്ല അടിപൊളിയായിട്ട്. ഇതാ ഈ 2 പ്ലാന്റ് കേട്ടോ. ഇത് തന്നെ എന്താ ഭംഗി. ഇതൊക്കെ ഒരു വീടിന്റെ മുമ്പിൽ ഇതിപ്പോ നമ്മൾ തിങ്ങി ഇവിടെ ഈ ചെടികളൊക്കെ നിൽക്കുന്നതുകൊണ്ട് വീടിന്റെ മുമ്പിലൊക്കെ ആണെങ്കിൽ എത്ര ഭംഗിയായിട്ട് വിട്ട് നമ്മൾ ആകെ ഗ്യാപ്പ് വെച്ചത് നോക്കൂ. ഇത് 2 മീറ്ററാണ്, ഒരു 2 മീറ്റർ ഗ്യാപ്പുള്ളൂ. പക്ഷെ ഇതൊക്കെ ഒരു 2-2.5 മീറ്റർ ഗ്യാപ്പിലൊക്കെ കൊടുത്ത് ഒന്നും കൂടെ ബുഷായി ഫ്രീ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതിപ്പോ നമ്മൾ ഈ തൈകളൊക്കെ ഉള്ളതിന്റെ ഇടയിലല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് വേറിട്ട് കാണുമ്പോൾ നന്നായിട്ട് ഭംഗിയുണ്ടാവും. അപ്പോൾ ഒരു മുറ്റത്തൊക്കെ ആണെങ്കിൽ വേറിട്ട് കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്റർലോക്ക് ഇട്ട മുറ്റാണെങ്കിൽ ഒരു 4 കട്ട മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് സിമ്പിൾ ആയിട്ട് വെക്കാം. തീർച്ചയായിട്ടും അടിപൊളിയായിട്ട്. പിന്നെ വീടിന്റെ മുമ്പിൽ നല്ല തണൽ കിട്ടും, നല്ല മാങ്ങ കിട്ടും. അപ്പോൾ അടുത്ത പ്രാവശ്യം എന്തായാലും ഫ്ലവർ ചെയ്യും. ഈ പ്രാവശ്യം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്ലവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ടർ ഡ്രൈ ആക്കണം കുറച്ചും കൂടെ. അപ്പോൾ നമ്മൾ അതിന് പകരം ഇത് വളരാൻ വേണ്ടിയിട്ട് വെള്ളം കണ്ടില്ല, ചോട്ടിൽ നിൽക്കുന്ന പോലെ വെള്ളം കണ്ടോ, അത്രയും പൂന്തി നിൽക്കുന്ന വെള്ളം. അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കണം. മാവ് ഫ്ലവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഇപ്പോൾ ആരോട് ചോദിച്ചാലും അറിയാം, മാവ് ഫ്ലവർ ചെയ്യണമെങ്കിൽ നമ്മളെപ്പോഴും മാവിന് ചുവട്ടിലുള്ള വെള്ളം ഡ്രൈ ആക്കണം. അതായത് അതിന് ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കണം എന്നർത്ഥം. ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അതേപോലെ ഒരു ചെടി വെക്കുന്ന ആൾക്ക് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിന് നമ്മള് വലിയ പൈസ ചെലവാക്കിയിട്ട് ചെടികളൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇതൊക്കെ വാങ്ങിക്കാണ് ഏറ്റവും ബെറ്റർ. എന്താ ബുഷ് എന്തായാലും വീഡിയോയിൽ കാണുമ്പോൾ അതിന്റെ ഭംഗി അത് നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം. ന്യൂ ബ്ലാക്ക് കസ്തൂരി എന്ന് പറഞ്ഞ പുതിയ വെറൈറ്റിയാണ്. പഴയ ന്യൂ ബ്ലാക്ക് മാവല്ല കേട്ടോ. പഴയത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തല്ലോ. അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അത് നമ്മളും വെച്ചിട്ടുണ്ട്, പക്ഷെ അതുവരെ കാഴ്ചിട്ടില്ല. ഇത് നമുക്ക് കാഴ്ച തോട്ടത്തിൽ നിന്നാണ് നമ്മളിത് ഇതിന്റെ ഇത് എടുത്തിട്ടുള്ളത്, ബഡ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ തൈകളൊക്കെ നമ്മളെ കയ്യിൽ കൊടുക്കാം. ഇത് ഇഷ്ടം പോലെ തൈകൾ, അതായത് ഇതേപോലെ ഈ വലിയ തൈകൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം ഇത് പൂക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ തൊട്ടടുത്തുള്ളത് ഏതാ? ഇത് മിയാസാക്കി. ഇതും നമ്മുടെ മണ്ണിൽ വെച്ചതാണ്. ഇതും ഇതേപോലത്തെ പ്ലാന്റുകൾ നമുക്ക് ഇഷ്ടം പോലെ കൊടുക്കാറുണ്ട് നമ്മുടെ കയ്യിൽ. മാങ്ങുള്ളതൊക്കെ നമുക്ക് കാണിക്കാം, മുകളിൽ കാണിക്കാം. ഇത് R2E2 നമ്മൾ മണ്ണിൽ വെച്ചതാണ്. അതും ഇതേപോലുള്ള പ്ലാന്റുകൾ നമുക്ക് സെയിൽ ചെയ്യാൻ. ഇതിലും വലിയ പ്ലാന്റുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കാട്ടിമൂൺ വെറൈറ്റീസ് ആണ് കേട്ടത്. മാങ്ങയോട് കൂടിയിട്ടുണ്ട്, പൂവിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊക്കെ ഒരു വീട് പുതിയതായിട്ട് വെക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വെറൈറ്റി വെക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ കേട്ടോ. കാരണം അത്ര റിസൾട്ടാണ് ഈ ഒരു ചട്ടിയിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മളെ മനസ്സിനൊക്കെ കുളിർമയേകുന്ന കാഴ്ച എന്നൊക്കെ നമുക്ക് പറയാമല്ലോ. കാരണം ഇവിടെ കണ്ടോ ഫുൾ സൈസ് ആയിട്ടുള്ള മാങ്ങ ഉണ്ട്, കണ്ണിമാങ്ങ ഇവിടെ ഉണ്ട്, പൂവിട്ട് നിൽക്കുന്നുണ്ട്.
അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നിങ്ങളെ വീട്ടിലേക്ക് എത്താനായിട്ട് ഇതാ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്ന കാഴ്ച കേട്ടോ. കാരണം ആൾ കേരള ലെവലിൽ ഷിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേയിൽ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇവരെ മോർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ സെൻഡ് ചെയ്ത് തരും. ഇനി നിങ്ങൾക്ക് ഇവിടെ വന്നെടുക്കണമെങ്കിൽ അതും ആവാട്ടോ. ഇത് ഒക്കെ നമ്മുടെ മിയാസാക്കി ഇപ്പം പറഞ്ഞ രാജകീയ മാങ്ങ തന്നെ. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള മാങ്ങ. 3 ലക്ഷം 3.5 ലക്ഷം ഒക്കെ വില ഒക്കെ പറയുന്നുണ്ട്, എനിക്കറിയില്ല. നമുക്ക് മലയാളികളിലേക്ക് എന്തായാലും എക്സ്പെൻസീവ് ആണ് സാധനം. കാരണം എന്താ വെച്ചാൽ അതുപോലെ തന്നെ അതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഫ്ലേവറും നമ്മളിവിടെ ചെയ്തല്ലോ, നമുക്കിവിടെ ഉണ്ടായല്ലോ. പിന്നെ കേരള കാലാവസ്ഥയിൽ നമുക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഫ്ലേവറും അതുപോലെ തന്നെയാണ്, നല്ല ഫ്ലേവറാണ്. അപ്പൊ ഇവിടെ സാധനം ഉണ്ട്, ഇക്കയ്ക്ക് കഴിക്കാൻ തരാന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് തീർച്ചയായിട്ടും നമുക്ക് റിവ്യൂ ചെയ്യാം. പിന്നെ നിനക്ക് നിന്റെ അഭിപ്രായം തന്നെ പറയാം. പിന്നെ ഇതൊക്കെ അത് തന്നെ കേട്ടോ, നമ്മൾ ഇഷ്ടം പോലെ സ്റ്റോക്കാണ് കേട്ടോ. അപ്പൊ ഈ തൈകളൊക്കെ നമ്മൾ എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുക? ഇതൊക്കെ നമ്മളിപ്പോ 2,750 ഒരു ഓഫറിൽ വേറൊരാൾക്ക് അടിച്ചതാണ്. അതേ ഇതിൽ തന്നെ എനിക്കും തരാം. ഇതിലായിട്ട് നമ്മളത് കൂട്ടുന്നില്ല. ഇതൊക്കെ നമ്മൾ 4 രൂപക്കൊക്കെ കൊടുത്തിരുന്നതാണ്. നമുക്ക് ഈ ഒരു ഓഫർ ഇതിൽ നിന്ന് തന്നെയാണ് ഇപ്പൊ നമ്മൾ നീ കഴിക്കാൻ പോകുന്ന മാങ്ങ ഇതേ വലിപ്പമുള്ള പ്ലാന്റിൽ നിന്ന് അറുത്തിട്ടാണ് നിനക്ക് തരാൻ പോകുന്നത്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേ വലിപ്പമുള്ളത്. ഓക്കെ, ഈ ഒരു ഓഫറിന്റെ ഡ്യൂറേഷൻ നമുക്ക് എത്ര സമയം വരെ കൊടുക്കാം? ഇത് നമുക്കൊരു 1 മന്ത്. ഒരു 1 മന്ത് ഈ ഒരു ഓഫർ കൊടുക്കല്ലേ? അതെ.